അടൂരിലേക്കാണ്. അടൂരിൽ +2 വിദ്യാർത്ഥിനിയെ 9 പേർ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിച്ച മന്ത്രവാദി ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ബദർ സമനാണ് പിടിയിലായത്. കേസിൽ 4 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഇയാളെ എവിടെ നിന്നാണ് പിടികൂടാനായത്? ഇനി ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം ഏത് രീതിയിൽ? കീർത്തന, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ അടൂർ പോക്സോ കേസിൽ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരുന്നത്. പെൺകുട്ടിയെ വീണ്ടും ഇന്നലെ കൗൺസിലിംഗിന് വിധേയമാക്കിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു മന്ത്രവാദി കൂടി പീഡിപ്പിച്ച വിവരം പുറത്തറിയുന്നത്. അത് 2019 പെൺകുട്ടിക്ക് ഇപ്പോൾ 17 വയസ്സ് മാത്രമാണ് പ്രായം. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി 7ാം ക്ലാസ്സിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ ഒരു പീഡനം നടന്നിരിക്കുന്നത്. പെൺകുട്ടി പഠനത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന് കണ്ട് വീട്ടുകാർ തന്നെയാണ് ഈ മന്ത്രവാദിയുടെ ആദിക്കാട്ടുകുളങ്ങര സ്വദേശി തങ്ങളെന്ന് വിളിക്കുന്ന ഈ ബദറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ബദർ അവിടെ വെച്ച് വാതിലടച്ചതിനു ശേഷം പെൺകുട്ടിയോട് മോശമായി പെരുമാറി, ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു, പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് ഞെട്ടിക്കുന്ന വിവരം പെൺകുട്ടി പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൗൺസിലിംഗിലൂടെ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ വിവരം ഇന്നലെയാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയത്. പെൺകുട്ടി ഇന്നലെ വിവരങ്ങൾ പറയുന്നു. അടൂർ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്ത് അത് ആദിക്കാട്ടുകുളങ്ങര നൂറനാട് പോലീസാണ്, ആലപ്പുഴ ജില്ലയിലെ, അവർക്ക് കൈമാറി. നൂറനാട് പോലീസാണ് ഇപ്പോൾ ഉച്ചയോടുകൂടി ഈ ബദർ സമനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. കൂടുതൽ ആളുകൾ ഈ 9 പേരിൽ നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയുടെ കൗൺസിലിംഗ് തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ തങ്ങൾ എന്ന് വിളിക്കുന്ന ബദർ സമൻ എന്ന മന്ത്രവാദിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. 17കാരിയെ പീഡിപ്പിച്ച കേസിൽ 13ാമത്തെ വയസ്സിലാണ് പീഡനം നടന്നതെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അടൂരിൽ നിന്ന് പുറത്തു വരുന്നത്. കീർത്തനം. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ തന്നത്. 13 വയസ്സുള്ളപ്പോഴാണ് കുട്ടി പീഡനത്തിന് ഇരയാവുന്നത്. 5 പേരാണ് ഇതിനകം അറസ്റ്റിലായിട്ടുള്ളത്. ഇന്നൊരാൾ കൂട്ടി 5 പേര്. ഇനി 4 പേരെ കൂടി പിടികൂടാനുണ്ട്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണല്ലേ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വാർത്തകളൊക്കെ തന്നെ വായിക്കുമ്പോൾ നമുക്കും ഒരു മനസ്സിനൊരു വിഷമമാണ്. അത് വിമൻസ് ഈവനിങ്ങിൽ തന്നെയാണ് ഈ വാർത്തകൾ വായിക്കേണ്ടി വരുന്നത്.